നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരിതേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ദേവി ഭഗവതി ഭക്തിർഭവതി നഷ്ടികീൻ മുഖം കരോതി വാചാലം ഭംഗം ലഗ്ഗായതേഗിരി യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജഗദാഗസ്വാമിനി നമനി നമാചാര്യായ പദാനിതായി കൃപാപ്രദായിനേ ഗൗരഗദാദാമുദായ നഗരഗ്രാമധാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നമനി നമസ്തേ. സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശത്താരണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ചിലപ്പം ചിലരൊക്കെ രാമായണം വായനയായിട്ട് പോയിട്ടുണ്ടാകാം. മറ്റു ചിലരൊക്കെ ഗുരുവായൂർ അഷ്ടപദിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട്. സൺഡേ ആണല്ലോ, ഞായറാഴ്ചയാണ് അഷ്ടപതി. പിന്നെ കോട്ടയത്ത് ഏറ്റുമാനൂർ രഥയാത്ര നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും ജ്ഞാനാംബിക മാതാജി പോകുന്നുണ്ടോ രഥയാത്രയ്ക്ക്? ആ, മൈക്ക് ഒന്ന് ഓണാക്കിയാൽ മതി. മൈക്ക്. മഴയാകുമ്പം ബുദ്ധിമുട്ട്, നമുക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. വലിയ മഴയാണ് ഇപ്പോഴത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴയാണ്, എങ്ങനെ പോകും? ഉടൻ വരെ പോകണ്ടേ? പോകാൻ മഴയൊന്നും ഉണ്ടാകത്തില്ല. താല്പര്യം. ജഗന്നാഥനല്ലേ ആള്, മഴയൊന്നും ഉണ്ടാകത്തില്ല മാതാജി. ആ മഴയില്ലെങ്കിൽ പോവും. ഉം. മഴയാണെങ്കിൽ ഉം. ശാന്തകുമാരിയെ വിളിച്ചിട്ടുണ്ട്. അപ്പം മഴയില്ലേ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അതെ. മഴയാണ് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഉം, 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 ഉം. ആ എല്ലാം ദൈവത്തിന് ഇഷ്ടം പോലെ വരട്ടെ. അവിടുന്ന് നമ്മുടെ നാമകട്ടേന്ന് അമ്പലം വരെ അല്ലേ, പിന്നെ അമ്പലത്തിൽ നിന്ന് തിരിച്ച്. ആ, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു റൗണ്ട്. ആ മഴയാണേലും നമുക്ക് ഈ അതിനെല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടം. അദ്ദേഹത്തിന്റെ ഇച്ഛ മാത്രമേ നടക്കുള്ളൂ. നമ്മൾ എത്ര തല്ലും കുത്തി അത്രേ മറിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കാരണം കുറെ ഇതൊക്കെ കുറച്ച് മുമ്പൊക്കെ ആണെങ്കിൽ മഴ നനഞ്ഞാലും നമുക്കങ്ങ് നടക്കായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒരു അസ്വസ്ഥതയാ ശരിക്കും പറഞ്ഞു. ഇപ്പൊ തന്നെ വലിയ ഈ മഴച്ചാറ്റിൽ കൊണ്ട് തൊണ്ടയൊക്കെ വേദനയാണ്. അപ്പം മഴയും കൊള്ളാൻ വയ്യ, വെയിലും കൊള്ളാൻ വയ്യ, അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. സൂക്ഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതെ 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 അതെ. ഭയങ്കര മഴച്ചാറ്റിൽ തുള്ളി വീണു പോയി. അന്ന് പിന്നെ എന്തായി, മൂക്കായി, എല്ലാ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം. നമ്മൾ എടുത്തത് മൂന്ന് ഒന്നാമത്തെ ശ്രീമദ് ഭാഗവതം സ്കന്ധം 1, ഒന്നാമത്തെ അധ്യായം 1, അതുപോലെ ഋഷിമാരുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ നമ്മൾ കുറേ ശ്ലോകങ്ങളിൽ കൂടെ കടന്നുപോയി. അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു. വ്യാസാസനത്തിൽ ഇരിക്കുന്നത് സുതഗോസ്വാമിയാണെന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട മിനിമം യോഗ്യതകൾ, അതേപോലെ തന്നെ ഞാൻ ഓരോ ക്ലാസ്സിലും റിപ്പീറ്റ് ചെയ്യുവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതലൊന്ന് അടിവര ഇടാനുണ്ട്. കാര്യം ഈ ചാപ്റ്റർ തീരുവാണ് അടുത്ത ക്ലാസ് കൊണ്ട്, ഒന്നാമത്തെ അധ്യായം. പിന്നെ അപ്പോൾ അതിൻ്റെ പ്രശ്നോത്തരി ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നിവിടെ റിവിഷൻ പോലെ പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന ഋഷിമാർ ചോദ്യം ചോദിച്ചു തുടങ്ങി. അതിനു മുൻപേ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു വ്യാസസനത്തിലിരിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗുരു, അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾക്ക് ചോദിച്ചറിയണമെങ്കിൽ അവരോട് എത്ര താഴ്മയായിട്ട് പെരുമാറണം, അവരെ നമ്മൾ ആദ്യം തന്നെ ഗ്ലോറിഫൈ ചെയ്യും. അവരുടെ ആ കഴിവുകളെ പറ്റിയൊക്കെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, പിന്നെ അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ശിഷ്യന്മാരിൽ ശ്രോതാക്കളിൽ എന്ത് ചെയ്യും, വളരെയധികം പ്ലീസ്ഡ് ആയിട്ട് അവരവരുടെ
ആചാര്യന്മാർ പറഞ്ഞു തന്ന നോളേജ് ഒട്ടും വ്യത്യാസം ഇല്ലാതെ തന്നെ അവരവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ഐഡിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചോദ്യങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാമസങ്കീർത്തനം കണ്ടു, അതിൻ്റെ പ്രാധാന്യം, അങ്ങനെ പലതും കഴിഞ്ഞു. നമ്മൾ 18ാമത്തെ ശ്ലോകമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. നമ്മൾ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തരണം വിസ്തരിച്ചും എന്നൊക്കെ പറഞ്ഞു. വീരസാഹസിക കൃത്യങ്ങൾ, ഭഗവാൻ ഒരുപാട് വീരസാഹസിക കൃത്യങ്ങൾ എടുത്തു. പല രൂപത്തിലും പല ഭാവത്തിലും പല യുഗങ്ങളിലും പല കൽപ്പങ്ങളിലും ഒക്കെ ഭഗവാൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തു. നമ്മൾ നേരത്തെ കണ്ടു ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ അസംഖ്യമാണ്. അത് ഈ കടൽ തീരത്തെ മണികൾ, മണൽത്തരികളും തിരമാലകളും ആകാശത്തിലെ നക്ഷത്രങ്ങളും ഒക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ എണ്ണി തിട്ടപ്പെടുത്തായിരിക്കാം. പക്ഷെ അവതാരങ്ങൾ തിട്ടപ്പെടുത്താനായിട്ട് അസാധ്യമാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കിത് മനസ്സിലാക്കാനായിട്ടുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് നമുക്കറിയാവുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഭഗവാൻ ഒരു സാധാരണ ആളല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കണ്ടിരിക്കുന്ന ആ വ്യക്തിയല്ല, അല്ലെങ്കിൽ എന്താണ് കുറേ ഗോപസ്ത്രീകളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ വെണ്ണ മോഷ്ടിക്കുന്ന ആ ഒരു വ്യക്തിയല്ല ഭഗവാൻ എന്നുള്ള കാര്യം നമ്മൾ ഓരോ ശ്ലോകങ്ങൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കും, നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. കാര്യം ആ ഒരു രീതിയിൽ പോയി പറഞ്ഞ് മനസ്സിലാക്കുകയും ഭാഗവതം നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലേ. ഭഗവാന്റെ പരമദിവ്യോത്തമ പുരുഷത്വം ഓരോ സമയത്തും നമ്മളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഭാഗവതം മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു സാധാരണ വ്യക്തിയല്ല ഭഗവാൻ, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു അവതാരമോ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടിവരയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഉറപ്പിക്കണം. ഉറപ്പിച്ച ശേഷം പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഭഗവാൻ നമുക്കിത് മനസ്സിലാക്കാനായിട്ടുള്ള നോളേജുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് വ്യതിചലിക്കുകയാണ് എപ്പോഴും. നമ്മളുടെ മനസ്സിൽ മായ വന്നുകൊണ്ടല്ലേ, ഭഗവാനാണോ പരമദിവ്യോത്തമ പുരുഷൻ, അല്ലെങ്കിൽ മഹാദേവനല്ലേ, അല്ലെങ്കിൽ വിഷ്ണു അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ട്, അല്ലെങ്കിൽ വേറെ ആരുടെയും ഒരു ലെക്ചർ, അതായത് നമ്മൾ അബദ്ധ സമ്പ്രദായത്തിൽ നിന്ന് ആരുടെ ഒരു ലെക്ചർ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഒന്നാണ് എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപോരുമോ, ഇത്രയും അവതാരങ്ങൾ ഈ പ്രപഞ്ചങ്ങൾ മുഴുവനും ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആൾ, നമ്മൾ അതിൽ നമ്മളുടെ വീട് വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യം പോലും നമുക്കറിയാൻ വയ്യ. അത്രയ്ക്ക് ലിമിറ്റഡ് ആണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അല്ലേ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് പോലും നമുക്ക് പരദൂഷണം വേണേൽ പറയാം, പക്ഷെ അവിടെ എന്താ ശരിക്കും നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. തൊട്ടടുത്ത വീടാ, നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അവിടുന്ന് ഒരു വലിയ കാഴ്ച കിട്ടും തൊട്ടടുത്ത വീട്ടിൽ നിന്ന്. നമുക്കത് പല രീതിയിൽ വിവക്ഷിക്കാം അല്ലേ. ഒന്നെങ്കിൽ അത് ടി വി വെച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു ഡ്രാമ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ഒരു കൊലപാതകം നടന്നു. ഇതെന്താണെന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒരു മതിലിൻ്റെ അപ്പുറത്താണ്. അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അത്ര ലിമിറ്റഡ് ആണ് അല്ലേ. അപ്പോൾ പിന്നെ നമ്മളുടെ ഗ്രാമത്തിലെ എത്ര വീട്ടുകാരിപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പേര് പുതിയ ആൾക്കാരെ കാണും അല്ലേ. നമ്മൾക്ക് പണ്ടത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെ അറിയുള്ളൂ. പുതുതായിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഇതുവരൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ആലോചിക്കും അല്ലേ. എൻ്റെ ഗ്രാമത്തിൽ പോകുമ്പോഴത്തേനും, ഞാൻ വല്ലപ്പോഴും വെക്കേഷന് പോകുമ്പോഴത്തേനും, ഞങ്ങൾ ഇതിൽ പോകുമ്പോഴത്തേനും അതുവഴി നമ്മൾ വഴിയെ നടന്നു പോയി 1 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക്. നടന്നു പോകുന്ന അവസരം വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് ചിലപ്പം കണ്ടു കഴിഞ്ഞ് ഓർത്ത് കഴിഞ്ഞ് ചിരിച്ചു കാണും. ബാക്കിയുള്ളവരൊക്കെ പുതിയ ആൾക്കാരാണ്. അവർക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് അവരെ അറിയില്ല. മനസ്സിലായില്ലേ. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ചെറുപ്പത്തിലേ കണ്ട പിള്ളേരൊക്കെ വലുതായതായിരിക്കാം. പക്ഷെ നമുക്കറിയില്ല, അത്രയ്ക്ക് പോലും നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? പക്ഷെ ഭഗവാനെ ഭാഗവതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മൾ ഭാഗവതം വേണ്ട രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. 19ാമത്തെ ശ്ലോകം. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാന സ്വാദു സ്വാദു പദേ പദേ. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ ശൃണ്വതാം രസജ്ഞാന സ്വാദു സ്വാദു പദേ പദേ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വയം തൂ ന വിദുരുപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വത്വാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. ഹരേ കൃഷ്ണ. സുശീല മാതാജി. ഹരേ കൃഷ്ണ.
ഭാഗവതം പ്രഥമസ്കന്ധം. വയം തു ന വിദർഭ്യാമാം ഉത്തമശ്ലോകവിക്രമേ യശൃണ്വത്താം രസജ്ഞാനം സോതു സോതു പദേ പദേ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. വയം ഞങ്ങൾ, തു എന്നാൽ, ന ഇല്ല, വിതൃപ്യമ ആയിത്തീരും, ഉത്തമ ശ്ലോക അതീന്ദ്രിയ പ്രാർത്ഥനകളാൽ പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തം പുരുഷൻ, വിക്രമേ വീരസാഹസ കൃത്യങ്ങൾ, യത് അതൊക്കെ, നിരന്തര ശ്രവണത്തിലൂടെ, രസികത്വം, ജ്ഞാന നിപുണരായവർ, സ്വാദ് രുചി ആസ്വദിക്കുന്നു, സ്വാദിഷ്ടം, പതേ പതേ ഓരോ പദത്തിലും. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത് കി ജയ്. സ്തോത്രങ്ങളാലും പ്രാർത്ഥനകളാലും പ്രകീർത്തിക്കപ്പെടുന്ന പരമദിവ്യോത്തം പുരുഷന്റെ അതീന്ദ്രിയ ലീലകൾ ശ്രവിച്ച് ഞങ്ങൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാകുന്നില്ല. ഭഗവാനുമായി അതീന്ദ്രിയ ബന്ധങ്ങളിലൂടെ രസം എടുത്തവർ ഭഗവാന്റെ അതീന്ദ്രിയ ലീലാശ്രവണ അനുനിമിഷവും ആസ്വദിക്കുന്നു. അതായത് നമ്മൾ ഇത്ര നാളായി കേൾക്കുന്നു. ഇപ്പം ഞാനും ഏകദേശം 8 വർഷമായി ഞാൻ കൃഷ്ണാബോധത്തിൽ വന്നിട്ട്. അതിനു മുൻപേ തന്നെയും അതുപോലെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടും ഞാൻ ഭഗവാന്റെ പറ്റിയുള്ള കഥകൾ, കേട്ടിരിക്കുന്ന കഥകളും ചിലത് മാത്രം എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയുന്ന കഥകളായിരിക്കും നമുക്ക് ചിലപ്പോൾ പുതിയതായിട്ടുള്ള അറിവ്. കൃഷ്ണാബോധത്തിൽ പറയുമ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്ത് നല്ല ഉപദേശ കഥകൾ കേൾക്കാറുണ്ട്, പല കഥകളും അല്ലേ. അതൊഴിച്ച് ബാക്കി കഥകൾ, ഭഗവാന്റെ ലീലകളെല്ലാം തന്നെ നമുക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. ഒന്നുകിൽ പൂമ്പാറ്റ, ബാലരമ, അമർചിത്ര കഥകളിൽ കൂടെയും അല്ലാതെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഹാഭാരതം, രാമായണം, അതുപോലെ കുറേ സീരിയൽസ് കണ്ടു. പിന്നെ എന്താണ്, ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം കണ്ട് TV പരമ്പരകളിലൂടെ ഒക്കെ തന്നെ നമ്മൾ കുറേ ഭഗവാനെ പറ്റി മനസ്സിലാക്കി. പക്ഷെ ആ ലീലകളൊക്കെ നമ്മളിപ്പോൾ വീണ്ടും കേൾക്കുകയാണ്. കേട്ടിരുന്നിട്ട് എത്ര പേർക്ക് മുഷിപ്പ്, ബോറടിക്കുന്നുണ്ട്? ആർക്കും ഭഗവാന്റെ കേട്ടാ ബോറടിക്കുന്നില്ല. പിന്നെ അറിയത് മടുപ്പില്ല. ഭഗവാന്റെ ലീലകളാണ്. അതൊരിക്കലും ഒരു ആവർത്തന വിരസത ഉണ്ടാകുകയോ അല്ലെങ്കിൽ എന്താണ്, അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പരിവർത്തനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളുടെ അന്തരംഗത്തിൽ ശുദ്ധി ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ലീലാസ്മരണം അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആ ഭഗവാൻ എന്ത് ചെയ്യും? കലിയുഗത്തിലുള്ള ആൾക്കാർക്ക് മോക്ഷം കൊടുക്കാനായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ലീലകൾ തന്നു. ഭഗവാൻ ലീലകൾ തന്നു. ആ ലീലകൾ നമ്മൾ സ്മരണം ചെയ്താൽ തന്നെ നമുക്ക് എന്താണ്, മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ലീലാസ്മരണം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇത്ര പ്രാവശ്യം ഭഗവാന്റെ ലീലകളെ പറ്റി കേട്ട് കഴിഞ്ഞാലും ഞങ്ങൾക്കാർക്കും അതൊരു മടുപ്പുണ്ടാകത്തില്ല. അതായത് ഇത് നിങ്ങൾ നേരത്തെ വേറൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളോട് അതൊന്നും ചുരുക്കി പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞോളൂ. ഭഗവാന്റെ അതീന്ദ്രിയ കഥാശ്രവണം എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞാലും അത് മതി വരില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന ഋഷിമാരെ നേരത്തെ കൂട്ടി സൂചന പറയാണ്. അല്ലെങ്കിൽ സൂത ഗോസ്വാമി ഈ ഭഗവാനെ പറ്റി പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും ലുബ്ധ കാണിക്കുകയാണെങ്കിലോ, ഇത് ഞാൻ നേരത്തെ ഒരു അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ, അല്ലെങ്കിൽ ഇന്ന പുരാണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി വായിച്ചു നോക്കൂ, അതുകൊണ്ട് ഞാനിപ്പം ഇതിവിടെ പറയുന്നില്ല. അങ്ങനത്തെ ഷോർട്ട് കട്ടുകളൊന്നും എന്താണ് അങ്ങ് ദയവായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളൊരു സൂചനയാണ് കൊടുക്കുന്നത്. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ആർക്കും ഒരു ആവർത്തന വിരസതയോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അത് കാരണം ഒട്ടും കുറയ്ക്കാതെ എന്താണ് ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. കാര്യം അത്രയ്ക്ക് മധുരമാണ് ഭഗവാന്റെ ലീലകളെല്ലാം തന്നെ അല്ലേ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുവാണ്. ഞാൻ ഇന്ന പോലെ ഒരു കുസൃതി ചെയ്തു കഴിഞ്ഞു. ഞാനത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അടുത്ത ക്ലാസ്സിൽ പറയാണ്, ഞാൻ അമ്മിയ മാതാജി അവിടെ നിന്ന് ഓഫ് ചെയ്ത് എണീറ്റ് ഓടും. എൻ്റെ പ്രഭു, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയും എൻ്റെ പ്രഭു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയുമല്ലേ. പക്ഷെ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ, ഭഗവാൻ മോഷ്ടിച്ചതാണല്ലേ. നമ്മളെ കണ്ണില് എന്താണ്, മോഷണം എന്ന് പറഞ്ഞൊരു വലിയ കുറ്റകരമാണല്ലേ. പക്ഷെ ഭഗവാൻ അത് മോഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, അതീന്ദ്രിയമായി മാറി അല്ലേ. നമ്മളെല്ലാം ഡിവോട്ടീസ് ഒക്കെ നമ്മളുടെ ഹൃദയം ഭഗവാൻ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടിരിക്കുകയാണ്? നമ്മൾ പാറക്കല്ല് പോലെ ഇരിക്കുന്ന ഹൃദയത്തെ നമ്മൾ വെണ്ണ പോലെ ആക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളുടെ ഹൃദയം എന്താണ്, കരിങ്കല്ലിന് പോലും കാറ്റ് പിടിക്കും. പക്ഷെ നമ്മുടെ ഹൃദയം അത്രയ്ക്ക് കട്ടിയാണ്, കരിങ്കല്ലിനേക്കാളും കട്ടിയായിട്ടിരിക്കുക അല്ലേ. ഇവിടെ പലപ്പോഴും മാതാജി പറയാറുണ്ട്,
നിങ്ങളുടെ ഹൃദയം കരിങ്കല്ല് പോലെയാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ്, അത്രയ്ക്ക് കട്ടിയാണ് നമ്മളുടെ ഹൃദയം അല്ലേ. അപ്പം നമ്മൾ അത് ഭഗവാൻ അത് മോഷ്ടിക്കാൻ പാകത്തിനാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അതിനെ വെണ്ണ പോലെ ആക്കണം. വെണ്ണ പോലെ ആക്കണമെങ്കിൽ എന്താണ്? നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് സംഭവങ്ങൾ എടുത്ത് കളയാനുണ്ട് അല്ലേ. ഭഗവാൻ മോഷ്ടിക്കണം എന്താണ്? യാതൊരു തരത്തിലുള്ള എന്താണ് ഈ ബാധ്യതകളും ഡിമാൻഡും വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പ് ഒന്നുമില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് അല്ലേ. അത്ര എളിമയായിട്ടുള്ള അല്ലെങ്കിൽ അത്ര വാത്സല്യനിധിയായിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന്റെ ആ ആ ഹൃദയത്തിന്റെ ഉടമയാണ് ഭഗവാൻ ഇഷ്ടം. അങ്ങനെയുള്ള ഹൃദയത്തിൽ ഭഗവാൻ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ലാതെ ഭഗവാൻ ഇങ്ങോട്ട് വന്നിരിക്കും. നമ്മൾ വിളിച്ചില്ലെങ്കിൽ കൂടി ഇങ്ങോട്ട് വന്ന് ഇരിക്കും അല്ലേ. നമ്മൾ പുണ്ടരീകന്റെ കഥ കേട്ടിട്ടുള്ളതല്ലേ. പുണ്ടരീകൻ ഭഗവാന്റെ ഒരു ഭക്തനായിരുന്നു? അല്ല, ഒരിക്കലും അല്ല. പക്ഷെ പുണ്ടരീകനെ അന്വേഷിച്ച് ഭഗവാനും സാക്ഷാൽ ലക്ഷ്മി ദേവിയും കൂടെ കൂടി പുണ്ടരീകന്റെ വീടിന്റെ അടുത്തേക്ക് വന്നു അല്ലെ. ഞാൻ ഈ കഥ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഇതല്ലയോ സാറ് ഏ ഈ ബോംബെയിലുള്ള അമ്പലത്തിലല്ലേ? ആ അതല്ലേ? മഹാരാഷ്ട്രയിലുള്ള ആ പാണ്ഡുരംഗ വിട്ടല പിന്നെ ക്ഷേത്രം. പാണ്ഡുരംഗ. പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രം. അപ്പൊ പുണ്ടരീകനാണ് ഈ പാണ്ഡുരംഗനെ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ വീട്ടിൽ കാര്യം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കൾക്ക് ശുശ്രൂഷ ചെയ്തു. അത് കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഇംപ്രസ്ഡ് ആയിട്ട് ഭഗവാൻ ഇതേ ഇങ്ങോട്ടേക്ക് വന്നു പുണ്ടരീകനെ കാണാനായിട്ട് അല്ലേ. പുണ്ടരീക, ഞങ്ങൾ എത്തിയിരിക്കുന്നു നിന്നെ കാണാൻ എന്ന് പറയുന്നു. അപ്പോഴത്തേനും പുണ്ടരീകൻ എന്താണ്? അച്ഛനെ അമ്മയെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രായം ചെന്ന് കിടപ്പിലാണ്. അപ്പൊ അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പുണ്ടരീകൻ പറഞ്ഞു, ഞാനിവിടെ ഒരു കൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ദയവായി ക്ഷമിക്കുക, അവിടെ ഒന്ന് കാത്തിരിക്കുക എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? എന്താണ്? ഭക്തൻ ഇങ്ങനെ വരുന്ന നോക്കി കാത്തിരിക്കുകയാണ്. അല്ല, ഇങ്ങനെ എളിയിലൊക്കെ കൈയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് ഭഗവാനും പുറകെ തൊട്ട് പുറകെ രുക്മിണി ദേവി നിൽക്കുകയാണ്. ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു. അപ്പൊ വീണ്ടും വിളിച്ചു, പുണ്ടരീക, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു, നീ വന്നാലോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ അതിന് പുണ്ടരീകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അതിഥികളല്ലേ, അതിഥികളെ ദൈവത്തെ പോലെ സൽക്കരിക്കേണ്ട ആൾക്കാരല്ലേ, ആരാണ് അവിടെ നിൽക്കുന്നതെന്ന് പോലും നോക്കാതെ രണ്ട് കല്ല്, രണ്ട് പേരുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ, ആരാണ് അവിടെ നിൽക്കുന്നതെന്ന് പോലും നോക്കാതെ രണ്ട് കല്ല് എടുത്ത് അങ്ങോട്ടേക്ക് ഇട്ടു. നിങ്ങൾ തൽക്കാലം നമ്മൾ വ്യാസാസനം കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ആസനം, അതായത് നമ്മൾ സ്വീകരിച്ചിരുത്തുന്നതിനുള്ള വേറൊരു മെത്തേഡാണത്. രണ്ട് വെട്ടുകല്ലെടുത്ത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ഇതിൽ കയറി നിന്നോളാൻ പറഞ്ഞു. ഞാനിത് കഴിയുമ്പം ഇപ്പൊ തന്നെ വരാം, അതുവരെ നിങ്ങൾ അവിടെ ഒന്ന് കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. അവരുടെ മുഖം പോലും നോക്കിയില്ല ആരാണെന്ന്, അല്ലെ അങ്ങോട്ടേക്ക് ശ്രദ്ധ പോകത്തില്ല ആരാന്ന് അറിഞ്ഞ്. അത്രയ്ക്ക് പോലും പിതൃ ശുശ്രൂഷയിൽ ഇദ്ദേഹം വ്യാപൃതനായിരുന്നു. അങ്ങനെ ഭഗവാൻ രുക്മിണി ദേവി എന്ത് ചെയ്യുക? ആ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരുന്ന് കാത്തിരുന്ന് ഇദ്ദേഹം ഇതെല്ലാം ചെയ്തിട്ട് വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? അവര് ശിലയായി മാറി രണ്ടുപേരും. അല്ലെ, കാത്തിരുന്നിരുന്നിരുന്ന് ആ ശിലയ്ക്കുള്ളിലായി മാറി രണ്ടുപേരും. അങ്ങനെ എന്ത് ചെയ്തു? പുണ്ടരീകൻ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇത് കണ്ടു. എന്താണെന്ന് മനസ്സിലായില്ല. രണ്ട് ശിലാവിഗ്രഹങ്ങൾ നിൽക്കുന്ന കണ്ടു. അവിടെ വന്ന അതിഥികളെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ അന്ന് രാത്രിയിൽ പുണ്ടരീകന് സ്വപ്നദർശനം ഉണ്ടായി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ മാതാജി ക്ലാസ്സിലാണ്. എന്താണ് കാര്യം? എവിടെ? ഏറ്റുമാനൂരോ? ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? പിന്നീട് ക്ലാസ്സാ, ഭാഗവതം ക്ലാസ്സാ. ഏ- ആ ഹാ ഹാ ഹാ. ഓക്കെ. അടുത്ത ഏറ്റുമാനൂർ സ്റ്റേഷൻ ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ. ആ, കോട്ടയത്താണോ?
ആ ആ തൊട്ടടുത്ത് സ്റ്റാൻഡ് ഉണ്ടല്ലോ. ബുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കിട്ടും. ഞായറാഴ്ച അല്ലേ, ഫ്രീ ആയിരിക്കും. ആ എന്നാലും ചെയ്യാൻ പറ്റും. ആ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡുണ്ട് KSRTC. ബസ് സ്റ്റോപ്പ് അല്ല, ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. നമ്മുടെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ആ ആ മതി 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 മതി. ആ ഓക്കെ. ഹരീഷ്. അപ്പൊ അങ്ങനെ ഈ പുണ്ടരീകൻ എന്താണ് ചെയ്തത്? അപ്പൊ ഭഗവാന് അന്ന് സ്വപ്ന ദർശനത്തിൽ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ അവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ എത്തിയിരിക്കുന്നു, അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് അവിടുത്തെ രാജാവിന്റെ സ്വപ്ന ദർശനത്തിലും വന്നു അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഭഗവാൻ വരും. അപ്പൊ നമ്മൾ എന്താണ്, മനസ്സ്, നമ്മൾ ചെയ്യുന്ന പ്രക്രിയകള്, പ്രവൃത്തികള്, അതുപോലെ നമ്മളുടെ ഹൃദയം എന്താണ്, പവിത്രമാക്കണം. നമ്മളുടെ കളങ്കമുള്ള ഹൃദയം, നമ്മൾ പുറമെ ഒന്ന് കാണിക്കുക, ഉള്ളിൽ മറ്റൊന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള ഹൃദയത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾ ഭഗവാൻ എത്തില്ല, ഭഗവാൻ വരില്ല അല്ലേ. ഭഗവാൻ, അതായത് നമ്മൾ ചെറിയൊരു കള്ളത്തരം കാണിച്ചാലും ഭഗവാൻ ഇതിന്റെ കള്ളന്മാരുടെ രാജാവാണ് അല്ലേ. കള്ളന്മാരുടെ രാജാവാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കള്ളത്തരങ്ങളും നമ്മൾ അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരമാത്മാവിനെ വിളിച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എല്ലാ ജീവജാലം, ഒരു ഇല പോലും അനങ്ങുന്നത് ഭഗവാൻ അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്കറിയാം എന്താണ്, ഭഗവാനെ വിളിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും അദ്ദേഹം കണ്ട് എല്ലാത്തിനും സാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കള്ളന്മാരുടെ രാജാവായ ഭഗവാനെ കള്ളത്തരം കാണിച്ചിട്ട് പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ പുറമെ ഒന്ന് ചെയ്യുകയും കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മൾ അകമേ നമ്മളുടെ മനസ്സ് മോശമാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കിട്ട് പണി മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും പണി. സാധാരണക്കാരായ മറ്റുള്ള കൃഷ്ണാവബോധത്തിൽ വരാതായിട്ടുള്ള ആൾക്കാർ, അവർ ഓൾറെഡി എന്താണ് മായയുടെ ഇതിൽ നിൽക്കുകയാണ്. പക്ഷെ കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞിട്ട് തരികിട കാണിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കിട്ട് പണി കൂടുതലായിരിക്കും. 8ന്റെ പണിയായിരിക്കും, 8 അല്ല 16ന്റെ പണി കിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്താണ്, ഇദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും വഞ്ചിക്കാനായിട്ട് സാധ്യമല്ല. പക്ഷെ ചിലരുടെ അടുക്കൽ എന്താണ്, ഭഗവാൻ ചിലരോട് കൃപ കൂടിയിട്ട് എന്താണ്, അവര് വിളിച്ചില്ലെങ്കിൽ കൂടിയും ഭഗവാൻ എന്ത് ചെയ്തു, അതിന്റെ കാര്യം അജാമിളിനെ പോലെയുള്ള ആൾക്കാരല്ലേ, ഒരിക്കലും ഭഗവാനെ അല്ല വിളിച്ചത് അല്ലേ. ആ പേര് വിളിച്ചപ്പോ പേരിന്റെ മാഹാത്മ്യം, ആ നാമത്തിന്റെ മാഹാത്മ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാൻ വിഷ്ണു പാർഷദന്മാരെ അങ്ങോട്ടേക്ക് വിട്ടു. അപ്പൊ അതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകും. പക്ഷെ അതേപോലെ നമ്മളത് കണ്ട് അനുകരിക്കാനായിട്ട് പാടില്ല അല്ല. അജാമിളൻ അങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഒരാൾ ചെയ്ത ആൾക്ക് പണി കിട്ടിയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിരുന്നു ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ലീലാശ്രവണം ഏറ്റവും വേണ്ടത് നമ്മൾ ഇത് കേട്ട് ആസ്വദിക്കുക, ഹൃദയത്തിൽ കൊണ്ടു നടക്കുക ഭഗവാന്റെ ലീലാശ്രവണം. ഇനി നമുക്ക് ഭാവാർത്ഥം വായിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഭാവാർത്ഥം വായിക്കുന്നത് സതി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം ബൈ ശീല പ്രഭുപാദ് കി ജയ്. ഐഹിക കഥകൾ, കൽപ്പിത കഥകൾ, ചരിത്രം എന്നിവയും ഭഗവാന്റെ ഭക്തയ്ക്കായി തൽക്ഷണം മാതാവിനെ ഉപേക്ഷിക്കുകയും പേജ് പറഞ്ഞു വേറെ ആരെങ്കിലും വായിക്കണോ മാതാജി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേണ്ട വേണ്ട വേണ്ട. അല്ല, എന്റെ ബുക്ക് പുതിയ ബുക്കായാറിന്റെ ഒട്ടിപ്പിടിച്ചിരുന്ന 2 പേജ് കൂടി മറിഞ്ഞുപോയി. അപ്പൊ പിന്നെ എനിക്ക് സംശയം, 2 പേജ് മറിഞ്ഞെന്ന് എനിക്ക് ഉറപ്പായി. ഐഹിക കഥകൾ, കൽപ്പിത കഥകൾ, ചരിത്രം എന്നിവയും ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. സമസ്ത പ്രപഞ്ച ചരിത്രങ്ങളിലും ഭഗവത് അവതാര ലീലകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്നു. രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ എന്നിവയെല്ലാം ഭഗവത് അവതാര ലീലകളെ സംബന്ധിച്ച പൂർവ്വയുഗ ചരിത്രങ്ങളാകുന്നു. ആകയാൽ ആവർത്തിച്ചുള്ള പാരായണത്തിന് ശേഷവും അവ നവമമായി അനുഭവപ്പെടുന്നു. ഉദാഹരണമായി ഭഗവത്ഗീത അഥവാ ശ്രീ ഭാഗവതം ജീവിതത്തിലുടനീളം ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും നവജ്ഞാന പ്രകാശം അവയിൽ ദർശിക്കുവാൻ സാധ്യമാകും. ആത്മാവ് ചലനാത്മകവും ഭൗതിക വസ്തു നിശ്ചലവുമാണെന്നതുപോലെ ഐഹിക വർത്തമാനങ്ങൾ ജഡിലവും ആത്മീയ വൃത്താന്തങ്ങൾ ജീവസുറ്റവുമാണ്.
അതീന്ദ്രിയ ശ്രദ്ധാവിഷയങ്ങൾ മനസ്സിലാക്കുന്നതിൽ സവിശേഷ രുചി വളർത്തിയെടുത്തവർ ആ കഥാഖ്യാന ശ്രവണങ്ങളാൽ ഒരിക്കലും മുഷിയുന്നില്ല. ലൗകിക പ്രവൃത്തികൾ ശീഘ്രമായി മതിവരുന്നു. എന്നാൽ അതീന്ദ്രിയ അഥവാ ഭക്തിയുത കർമ്മങ്ങളിൽ യാതൊരാൾക്കും മടുപ്പുളവാകുന്നില്ല. ഉത്തമ ശ്ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അജ്ഞതയെ വിവക്ഷിക്കാത്ത സാഹിത്യത്തെയാണ്. ഭൗതിക സാഹിത്യം തമോ ഗുണത്തിൽ അഥവാ അജ്ഞതയിൽ അധിഷ്ഠിതമാണ്. അതേസമയം ആത്മീയ സാഹിത്യം തികച്ചും വ്യത്യസ്തമാണ്. അത് തമോ ഗുണത്തിനുപരിയാണെന്ന് മാത്രമല്ല, അതിന്റെ ദീപ്തി അതീന്ദ്രിയ ശ്രദ്ധാവിഷയങ്ങളുടെ തുടർന്നുള്ള വായനയ്ക്കും സാക്ഷാത്കാരത്തിനുമൊപ്പം അതീവ ഭാസുരമാകുന്നു. മുക്താത്മാക്കൾ എന്നറിയപ്പെടുന്നവർ അഹം ബ്രഹ്മാസ്മി എന്ന വാക്കുകൾ ആവർത്തിച്ചതുകൊണ്ട് ഒരിക്കലും പൂർണ്ണ തൃപ്തരാകുന്നില്ല. അവണ്ണമുള്ള കൃത്രിമ ബ്രഹ്മസാക്ഷാത്കാരം ആവർത്തന വിരസമായി തീരുകയാൽ യഥാർത്ഥ ആനന്ദം ആസ്വദിക്കുവാൻ അവർ ശ്രീമദ് ആഖ്യാന വർണ്ണനകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അത്രത്തോളം ഭാഗ്യവാന്മാരല്ലാത്തവർ പരോപകാരത്തിലും ലോകോപകാര പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. മായാവാദ ദർശനം ഭൗതികവും ഭഗവത്ഗീത ശ്രീമദ് ഭാഗവത ദർശനങ്ങൾ അതീന്ദ്രിയവുമാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരി ഓം തത്സത്. അപ്പം ഹരേ നമ്മള് കൃഷ്ണ. രാമായണം എത്ര വർഷമായി വായിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുമ്പോൾ തൊട്ട് വായിക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ രാമായണ പാരായണം തുടങ്ങി. അതിപ്പോഴെന്താണ് നവമമായി തോന്നുന്നു, നവമായിട്ട് പുതിയതായിട്ട് തോന്നുന്നു അല്ലേ? ഇത് ഞാൻ പണ്ട് വായിച്ചതാണെന്നുള്ള ഒരു ആവർത്തന വിരസത തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് തോന്നത്തേ ഇല്ല. ഭഗവത്ഗീത ഒരു ആയുസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതെല്ലാം പുതുമയായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? 5550 വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ ഇത് ഉപദേശിച്ചിട്ടും അന്ന് അന്ന് വായിച്ച ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ അതിന് മുൻപേ ഈ അർജുനനായിട്ട് വീണ്ടും ഉപദേശിച്ചാണ്. അതിനു മുൻപേ സൂര്യദേവനായിരുന്ന വിവസ്വാൻ ഉപദേശിച്ചു. പിന്നെ ഇക്ഷ്വാകുവിന്, മനുവിന്, അങ്ങനെ പോകുന്ന ആ പരമ്പരകൾക്ക് അവർക്കും ഇതേ ഭഗവത്ഗീത തന്നെ അവർക്ക് വളരെ പുതുമയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അർജുനന് ഉപദേശിച്ചപ്പോൾ അർജുനന് അത് വളരെ പുതുമയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആചാര്യ പരമ്പരകളിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ആചാര്യന്മാർക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്നവർക്കും നമ്മൾ ഇപ്പോൾ ഈ കലിയുഗത്തിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഇലക്ട്രോണിക്സ് യുഗത്തിൽ അല്ലെങ്കിൽ IT യുഗത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിൽ കഴിയുന്ന നമ്മൾക്കും അതെന്താണ് ഫ്രഷ് ആണ്. നമ്മൾ ഈ പറയുന്ന ഭഗവത്ഗീത ഒരു 10 ആവർത്തി വായിച്ചു, വീണ്ടും ആ പഴയ ശ്ലോകത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പുതുമയായിട്ടാണ് തോന്നുന്നത് അല്ലേ? അതൊരു ആവർത്തന വിരസത നമ്മൾക്ക് വരുന്നില്ല. അതാണ് ഈ അതീന്ദ്രിയ വിഷയങ്ങൾക്കുള്ള പ്രത്യേകത. ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ മറ്റുള്ള ഓരോ പ്രവൃത്തികള്, അല്ലെങ്കിൽ ഭഗവാന്റെ വാണി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല. അതെപ്പോഴും എവർ ഫ്രഷ് ആയിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അടുത്ത ശ്ലോകം 20. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢാ കപടമാനുഷാം. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢാ കപടമാനുഷാം. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢകപടമാനുഷ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. കൃതവാൻ നിർവഹിക്കപ്പെട്ടു, കില എന്ത്, കർമാണി കർമ്മങ്ങൾ, സഹ ഒരുമിച്ച്, രാമേണ ബലരാമൻ, കേശവ ശ്രീകൃഷ്ണൻ, അതിമർത്യാനി അതിമാനുഷികൻ, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ, ഗൂഢ ആവരണം ചെയ്യപ്പെട്ട, കപടമായ മാനുഷർ. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ബലരാമനുമൊത്ത് മനുഷ്യനെ പോലെ കളിയാടുകയും നിഗൂഢമായി അമാനുഷിക കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അപ്പം ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് മനുഷ്യരെ പോലെ എന്ത് ചെയ്തു? ബലരാമനുമൊത്ത് വളരെ രഹസ്യമായിട്ട്, നിഗൂഢമായിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളൊക്കെ തന്നെ അതീന്ദ്രിയാണ്, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ
വളരെ നിഗൂഢമാക്കി വെച്ചുകൊണ്ട് അമാനുഷ്യമായിട്ടുള്ള കർമ്മങ്ങളാണ് നിർവഹിച്ചത് അല്ലേ. നമ്മൾ ഓരോ സമയത്തും അദ്ദേഹത്തിന്റെ അമാനുഷികത്വം നമ്മൾ ഓരോ ലീലയിൽ കൂടെയും കണ്ടുകൊണ്ടിരുന്നു അല്ലേ. പക്ഷെ അവിടെ ഇരിക്കുന്ന യശോദാമായിക്കോ, യശോദമായി ഭഗവാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയൊരു ചുള്ളിക്കമ്പ് എടുത്താൽ തന്നെ അവൻ പേടിച്ച് വിറയ്ക്കും. ഓടിപ്പോകുന്ന അവനാണോ ഈ രാക്ഷസനെ വധിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ വേറെന്തെങ്കിലും പറയൂ, ഞാനത് ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്നാണ് യശോദമായുടെ ഭാവം അല്ലേ. അതുപോലെ തന്നെ യശോദമായി ഈ പറയുന്ന പരമദിവ്യോത്തമ പുരുഷത്വം ഒരുപാട് തവണ ഭഗവാന്റെ ഇടയിൽ കണ്ടാണ്. ബ്രഹ്മാണ്ട ദർശന ലീലയിൽ അല്ലേ കണ്ടതാണ്. അതുപോലെ ദാമോദര ലീലയിൽ കണ്ടു. ഒരുപാട് തവണ കണ്ടെങ്കിലും, അതുപോലെ കാളിയമർദ്ദനം നേരിട്ട് കണ്ടു, അവിടെ ബോധം കെട്ടു വീണു യശോദമായി. പക്ഷേ അത് കഴിയുമ്പോൾ ഇതൊക്കെ എന്താണ്, വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ നാരായണനാണ് ഇതൊക്കെ ചെയ്തത്. എൻ്റെയും അതുപോലെ തന്നെ നന്ദഗോപരുടെയും പ്രാർത്ഥന കാരണം വിഷ്ണു ഭഗവാൻ നമ്മളിൽ കൃപ ചൊരിഞ്ഞ് എന്താണ് എൻ്റെ ഉണ്ണിയെ രക്ഷിക്കുന്നതാണെന്നാണ് ഇവരെപ്പോഴും കരുതി വിചാരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇവൻ എന്താണ്, തീരെ പേടിത്തൊണ്ടൻ അല്ലേ, തീരെ പേടിത്തൊണ്ടൻ. ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ പേടിക്കുന്നവനെ എൻ്റെ എള്ളിൽ വന്ന് ഓടി കയറുന്നവനാണ്. അവൻ ഇങ്ങനെ ഒരു രാക്ഷസിയെ കൊന്നു, ഞാൻ വിശ്വസിക്കത്തില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് അല്ലേ. അപ്പൊ ഭഗവാൻ ഈ ലീലകളൊക്കെ വളരെ നിഗൂഢമായിട്ടാണ് ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഭഗവാന്റെ അന്തരംഗ ശക്തിയാൽ അല്ലെങ്കിൽ യോഗമായാൽ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഭഗവാന്റെ ലീലകളൊക്കെ തന്നെ എന്താണ്, ആ ഈ പറയുന്ന ഭക്തർക്ക്, അതായത് ആ ഒരു രസം നഷ്ടപ്പെടാതിരിക്കും. ഏത് രസം? ഭഗവാൻ മാധുര്യ പ്രേമരസം നഷ്ടപ്പെടാതെ. ഭഗവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഭയഭക്തി വരും. ഈ ഗോപന്മാരും ഗോപികമാരും ഒക്കെ ഇത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനെ ഭഗവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവം എന്തായിരിക്കും? അവർ ഭഗവാനെ കണ്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് എന്ത് ചെയ്യും? അവർ പേടിച്ചു പോകും ഭഗവാൻ നിൽക്കുന്ന വഴിയിൽ നിന്ന് അല്ലേ. അപ്പൊ ഭയഭക്തി എന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ വരും ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലീലകൾ ഒന്നും തന്നെ, ഒരൊറ്റ ലീലകളും അവിടെ നടക്കില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? ഭക്തരുടെ കൂടെ രമിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം? അത്യധികമായ ആഹ്ലാദം മനസ്സിലുണ്ടല്ലേ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മറച്ചു വെച്ചിട്ട് വളരെ നിഗൂഢമായി ഈ ലീലകൾ മുഴുവനും കളിച്ചു. ഒരു നാടകമായിരുന്നു അല്ലേ. അത് മുഴുവനും ഭഗവാൻ രചിച്ച നാടകമാണ്, ഡ്രാമയാണ് അല്ലേ. ആ ഡ്രാമ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് എന്തുമാത്രം സുഖമാണ് അല്ലേ. നമ്മളുടെ മനസ്സിലുള്ള എല്ലാ കാർമേഘം പോലെ കെട്ടിക്കിടക്കുന്ന എന്തുമാത്രം പ്രശ്നങ്ങളൊക്കെ ഈ ഭഗവാന്റെ ലീല അല്ലെങ്കിൽ ഭാഗവതം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ പോലും അറിയാതെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഇത്രയ്ക്ക് അതീന്ദ്രിയമാണ്, ഇന്ദ്രിയങ്ങൾക്കൊന്നും നിർവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഭഗവാന്റെ ലീലകള്. അത്രയ്ക്ക് പൊട്ടൻസിയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മനുഷ്യരൂപത്തിൽ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരൂപത്തിൽ അവതരിച്ച എന്നെ, ഈ പറയുന്ന സാധാരണഗതിയിലുള്ള മൂഢന്മാരായിട്ടുള്ള ആൾക്കാര്, കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന മൂഢന്മാരായിട്ടുള്ള വ്യക്തികള്. പക്ഷെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ അത് മറച്ചു. പക്ഷെ കലിയുഗത്തിൽ നമ്മളത് ഭഗവാനാണെന്ന് മനസ്സിലാക്കാൻ നേരത്തെ മറ്റുള്ള ആൾക്കാർ പറയും, ഏത് ഭഗവാൻ? ഈ കാലിചക്കനാണോ ഭഗവാൻ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ മുൻപിലുള്ള അല്ലേ. കുറെ സ്ത്രീകളുടെ ഒത്ത് മരം ചുറ്റി പ്രേമമായിട്ട് നടന്ന ആള് ഭഗവാൻ. ഇപ്പൊ മറ്റുള്ള മതക്കാര്, സമാധാന മതക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭഗവാന് എത്ര ഭാര്യമാരുണ്ട് എന്നായിരിക്കും ആദ്യത്തെ ചോദ്യം അല്ലേ. പിന്നെന്താണ്, മോഷ്ടിക്കുന്ന ആളെങ്ങനെ ഭഗവാനാകും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യം ചോദിച്ച് നമ്മളെ ഉത്തരം മുട്ടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അത് നമ്മുടെ സമാധാന മതക്കാരല്ല, ഹൈന്ദവ മതക്കാരാണെങ്കിൽ തന്നെയും അതിൽ ഒരുപാട് പേര് നിരീശ്വരവാദികൾ, യുക്തിവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല അല്ലേ. ഗോപികമാരും അങ്ങനെയുള്ള രാസലീല, അപ്പോൾ ഗോവർദ്ധന ഉയർത്തി, സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷന്റെ ഉദരത്തിലാണ് ഈ സർവ്വ പ്രപഞ്ചങ്ങളും ഇരിക്കുന്നത് അല്ലേ. അപ്പൊ അദ്ദേഹം ഈ ഒരു ചെറിയ പർവ്വതം നമ്മൾ നോക്കുമ്പോൾ 24 കിലോമീറ്ററേ ഉള്ളല്ലേ. ഈ ഒരു പർവ്വതം ഒരു ചെറുവിരലിൽ ഉയർത്തിയെന്ന് വിശ്വസിക്കാനായിട്ട് നമ്മളുടെ നാട്ടിലുള്ള ആരും തന്നെ, നമ്മുടെ ഭാഗവതം സപ്താഹം എടുക്കുന്ന ആചാര്യന്മാർ പോലും നാട്ടില് അതൊക്കെ സങ്കല്പമാണ്, അതൊരു കഥയായിട്ട് നിങ്ങൾ കരുതുക, അത് എടുത്ത് ഉയർത്തിയെന്നൊക്കെ. എന്ന് ഭഗവാൻ അത്രയ്ക്ക് ശക്തിയില്ലേ. ഇവരെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് അറിയില്ലല്ലേ.
സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെറുതാണ്. ഭഗവാൻ എന്താണ്, വരാഹാവതാരം എടുത്ത് ഭൂമിയെ എന്ത് ചെയ്തു? ഗർഭോദയ സമുദ്രത്തിൽ ആഴ്ന്നു പോയ ആ ഭൂമിയെ എടുത്ത് തേറ്റമേൽ ഉയർത്തിയ ഭഗവാന് ഈ പറയുന്ന സർവ്വ പ്രപഞ്ചങ്ങളും ഭഗവാന്റെ ഉദരത്തിൽ ശയിക്കുന്ന ഭഗവാൻ എന്താണ്, ഒരു ഗോവർദ്ധനം എടുത്ത് ഉയർത്താൻ എത്ര പാടുണ്ടോ? പിന്നെ എന്താണ് ഇത്? സങ്കല്പമാണ്. ഞാൻ ഈ 2-3 മാസം കേട്ട ഒരു ലെക്ചറിലുണ്ടല്ലേ, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് എന്താണ്, ആ ഒരു സങ്കല്പം ഭഗവാൻ നിങ്ങളുടെ മനസ്സിനെ ഉയർത്തിയെന്ന് മാത്രം കരുതുക. അല്ലാതെ ഗോവർദ്ധന പർവ്വതം ഭഗവാന് ഉയർത്തിയില്ല, അല്ലെങ്കിൽ അതൊരു കഥയായിട്ട് മാത്രം കരുതുക. ഇത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരിലേക്ക് പരത്തുന്നതെന്ന് അറിയത്തില്ല. ഭാഗവത സത്ത പറയുന്ന യജ്ഞാചാര്യന്മാർക്ക് പോലും ഇത് ഭഗവാനാണെന്ന് അവർ മനസ്സിലാക്കാതെയാണ് അവർ മറ്റുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഇത് പറഞ്ഞു വിടുന്നത്, അല്ലേ, ഇങ്ങനെ പടച്ചു വിടുന്നത്. അപ്പൊ അത് കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര പരിവർത്തനം ഉണ്ടാകും? എങ്ങനെ പരിവർത്തനം ഉണ്ടാകാൻ സാധിക്കും? കാര്യം അത് ഭഗവാനാണെന്ന് അംഗീകരിക്കുന്നില്ല. ഈ ചെയ്ത കാര്യങ്ങളും ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മാത്രം പോരെ ഇത് പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അംഗീകരിക്കാൻ. പിന്നെ ആചാര്യന്മാര് പറഞ്ഞത് നമ്മൾ കേട്ട അപ്പാടെ വിശ്വസിക്കുക, നമ്മളുടെ ഗുരുക്കന്മാരല്ലേ. കാര്യം അവരൊക്കെ പരമസത്യം കണ്ടറിഞ്ഞവരാണ് നമ്മളെക്കാൾ മുൻപിൽ. അപ്പൊ അവര് പറഞ്ഞത് അതേപടി വിശ്വസിക്കുക മാത്രം, അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ലേ. ബാക്കിയൊക്കെ തന്നെ നമ്മൾ ഒരു പടി വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 10 അടി ഇങ്ങോട്ട് നമ്മളുടെ അടുത്തേക്ക് വരും. അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പം അതിന്റെ ഭാവാർത്ഥം വായിക്കാനായിട്ടുള്ളത് സവിതാ മാതാജിയുടെ കയ്യിലുണ്ടോ ബുക്ക്? ആ പ്രഭു, ഞാൻ യൂട്യൂബ് നോക്കി, അല്ല വാട്സാപ്പിലുണ്ട്, അത് നോക്കി. ആ, പ്രഭു, എനിക്ക് തോന്നുന്നു 18ാമത്തെ ശ്ലോകം ഒന്ന് എടുക്കാന്ന് മറ്റേ അതിൽ കണ്ടതായിട്ട്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ആദ്യമേ പറയാതിരുന്നത്. 18, 19, 20 കണ്ടതായിട്ടാണ്. 18 ഞാൻ എടുക്കാതെ പോന്നല്ലേ? ആ ഇപ്പൊ അല്ലല്ല, ഇത് ഞാൻ വായിക്കട്ടെ. 19 എടുക്കാത്തത്, അല്ലേ? 19 എടുത്തു, 19 എടുത്തു, 18 പറഞ്ഞു, കുറച്ച് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ആ 18 18 കുറച്ച് പറഞ്ഞു. എടുത്തില്ലല്ലേ? 18 18 എടുത്തു, ഇന്നത്തെ ഞാൻ കുറച്ച് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് സൂം മീറ്റിംഗിൽ കണ്ടത് 18, 19, 20 എന്നാണ്. അതെ, 18, അതാ 19 ചോദിച്ചു. മാതാജി പറഞ്ഞു തന്നെ. ഏതോ ഒരു ശ്ലോകം ഞാൻ സ്കിപ്പ് ചെയ്തു. 18 എടുത്തു പ്രഭു, ഞാൻ വായിച്ചല്ലേ 18. 18 മാതാജി വായിച്ചാണല്ലേ? അല്ല, 18 അല്ല, 19 വായിച്ചത്. 18 പ്രഭു കുറച്ച് വേണ്ടൊക്കെ പറഞ്ഞു, വായിച്ചില്ല. ഇല്ല, 18 എടുത്തില്ല എന്ന് തോന്നുന്നു. ഈ ദിവസം പറഞ്ഞു, കാര്യം പറഞ്ഞു. ആ, ഇതിനകത്ത് മാതാജി ഇത് വായിച്ചോ? കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ 18 കൂടെ എടുത്തേക്കാം. മാതാജി വായിച്ചോളൂ. ഞാൻ ഇത് വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. മാനവ രൂപാരോപണ തത്വം ദൈവത്തിനു മനുഷ്യന്റെ രൂപവും വികാരങ്ങളുമാണെന്ന സങ്കല്പം. ജന്തുരൂപാരോപണ തത്വവും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഒരിക്കലും ബാധകമല്ല. തപഞ്ചര്യയിലൂടെയും കഠിന നിഷ്ഠകളിലൂടെയും മനുഷ്യർ ദൈവങ്ങളായി തീരുന്നുവെന്ന സിദ്ധാന്തം ഇന്ന് അനിയന്ത്രിതമായി വിശേഷിച്ചും ഇന്ത്യയിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ശ്രീരാമ ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും വെളിപ്പെടുത്തപ്പെട്ട വേദശാസ്ത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന മാതാജി എക്സിറ്റ് ആയല്ലോ. ജ്ഞാനാംബിക മാതാജി വായിച്ചോളൂ. മാതാജി കാണുന്നില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. മാനവ രൂപാരോപണ തത്വവും വികാരങ്ങൾ ജന്തുരൂപാരോപണ തത്വവും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഒരിക്കലും ബാധകമല്ല. തപശ്ചര്യയിലൂടെയും കഠിനനിഷ്ഠയിലൂടെയും ഭഗവാൻ ദൈവങ്ങളായി തീരുന്നുവെന്ന് സിദ്ധാന്തം ഇന്നും അനിയന്ത്രിതമായി വിശേഷിച്ചും ഇന്ത്യയിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ശ്രീരാമ ഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും വെളിപ്പെടുത്തപ്പെട്ട വേദശാസ്ത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന അനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷനായി മഹർഷിമാരും പുണ്യാത്മാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ തത്വദീക്ഷയില്ലാത്ത പലരും അവരുടേതായ അവതാരങ്ങളെ സ്വയം സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്രകാരം ഈശ്വരാവതാരമായി കെട്ടുകഥകൾ ഉണ്ടാക്കി
പ്രചാരണം നടത്തുന്നത് വിശേഷിച്ചും ബംഗാളിൽ സാധാരണ വൃത്തിയായി തീർന്നിരിക്കുന്നു. ഏതെങ്കിലും ചില സവിശേഷമായ യോഗശക്തിയുള്ള പ്രശസ്തനായ ഏതൊരു വ്യക്തിയും ജാലവിദ്യാ പ്രദർശനത്തിലൂടെ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരത്തോടെ അനായാസേന ഈശ്വരനായി തീരുവാൻ സാധിക്കുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവണ്ണമുള്ള അവതാരമല്ല. അവതരിച്ച നാൾ മുതൽ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ചതുർബാഹു വിഷ്ണുവായിട്ടായിരുന്നു ഭഗവാൻ മാതൃസമക്ഷം പ്രത്യക്ഷപ്പെട്ടത്. അനന്തരം മാതാവിന്റെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ സാധാരണ ശിശുവിനെ പോലെ ആവുകയും ഗോകുലത്തിലെ മറ്റൊരു ഭക്തയ്ക്കായി തൽക്ഷണം മാതാവിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഗോകുലത്തിൽ നന്ദമഹാരാജാവിന്റെയും യശോദാമാതാവിന്റെയും സ്വപുത്രനായി ഭഗവാൻ അംഗീകരിക്കപ്പെട്ടു. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിരൂപമായ ശ്രീ ബലരാമൻ ശ്രീ വാസുദേവരുടെ മറ്റൊരു പത്നി ജന്മം നൽകിയ മർത്യശിശുവായി കരുതപ്പെട്ടു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എന്റെ ജന്മവും കർമ്മവും അതീന്ദ്രിയമാകുന്നു. എന്റെ ജന്മകർമ്മങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഏതൊരാളും തൽക്ഷണം മുക്തനാകുന്നു. മാത്രവുമല്ല, ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ യോഗ്യനായി തീരുകയും ചെയ്യുന്നു. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ അതീന്ദ്രിയ സ്വഭാവജ്ഞാനം മുക്തിക്ക് പര്യാപ്തമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ നവമസ്കന്ധങ്ങളിലായി വിശദമാക്കിയിരിക്കുന്നു. കൂടാതെ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ സവിശേഷമായ ലീലകളെ വർണ്ണിച്ചിരിക്കുന്നു. ഈ ശ്രീമദ് ഭാഗവത മഹാഗ്രന്ഥ അഭ്യസനത്തിൽ ഏർപ്പെടുന്നവർക്ക് ക്രമേണ ഇക്കാര്യങ്ങളൊക്കെ സ്പഷ്ടമായി മനസ്സിലാകുന്നു. എങ്കിലും കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തന്റെ ദിവ്യത്വം ഭഗവാൻ പ്രദർശിപ്പിച്ചിരുന്നുവെന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രധാനമാണ്. ഭഗവാന്റെ കർമ്മങ്ങളെല്ലാം അമാനുഷ്യങ്ങളാണെന്ന് ഏഴാം വയസ്സിൽ അദ്ദേഹം ഗോവർദ്ധനഗിരി ഉയർത്തി. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് സ്പഷ്ടമായി തെളിയിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഭഗവാന്റെ മായാശക്തിയാൽ ആവരണം ചെയ്യപ്പെടുകയാൽ മാതാപിതാക്കളും മറ്റു ബന്ധുജനങ്ങളും അദ്ദേഹത്തെ സദാ ഒരു സാധാരണ മനുഷ്യനായ ശിശുവായി കരുതിപ്പോന്നു. അസാധാരണമായ സാഹസിക കൃത്യങ്ങൾ ഭഗവാനാൽ നിർവഹിക്കപ്പെടുമ്പോഴേക്കും മാതാപിതാക്കൾ വേറെ വിധത്തിൽ ചിന്തിച്ച് കൂടാതെ മകനോടൊപ്പമുള്ള ഈ അചഞ്ചലമായ പുത്ര സ്നേഹത്താൽ അവർ സംതൃപ്തരായിരുന്നു. നൈമിഷാരണ്യത്തിലെ ഋഷികേശന്മാർ ഭഗവാനെ പ്രത്യക്ഷത്തിൽ മാനുഷ സദൃശ്യനായി വർണ്ണിക്കപ്പെടുന്നു. എങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം സർവശക്തനായ പരമ ദിവ്യോത്തമ പുരുഷനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ കണ്ട കാര്യം എന്താണ്? ഭഗവാന്റെ, അതായത് മനുഷ്യ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പല സിദ്ധാന്തങ്ങളുണ്ടല്ലേ. നമ്മൾ കലിയുഗത്തിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ടല്ലേ. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരും, അങ്ങനെ ഒരുപാട് സ്വാമിമാരും ആസാമിമാരും അങ്ങനത്തെ ഒരുപാട് ഗോസ്വാമിമാരും ഒക്കെ ഞാനാണ് ദൈവം ആണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒരുപാടുണ്ട്. അബദ്ധ സമ്പ്രദായക്കാർ ഒരുപാടുണ്ട് അല്ലെ. ഇവരൊക്കെ ഓരോ മാന്ത്രിക വിദ്യകൾ പഠിച്ചിട്ട് അവര് എന്താണ്, ആ മാന്ത്രിക വിദ്യ കാണിച്ചിട്ട് അവര് ദൈവമാണ് അല്ലെങ്കിൽ ദൈവതുല്യ ഒരുപാട് ഭക്തരെ ഡിവോട്ടീസിനെ സംഘടിപ്പിക്കും. ചില മായാജാലങ്ങളൊക്കെ കാണിച്ചിട്ട് അവര് നമ്മളെല്ലാം നന്നായിട്ട് വഞ്ചിക്കും അല്ലേ. അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ പറയുന്നതാണ് ഞാൻ ദൈവമാണെന്നല്ലേ. ആ ദൈവമായിട്ടിരിക്കുന്നവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ ജസ്റ്റ് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾക്ക് ഗോവർദ്ധനം ഒന്ന് ഉയർത്താമോ, അല്ലെങ്കിൽ നിങ്ങൾ വായെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കുറെ പല്ലല്ലേ കാണുള്ളൂ. എന്താണ്, പുഴുത്തരിച്ചിരിക്കുന്ന കേട് പറ്റിയ കുറെ പല്ലുകൾ മാത്രം കാണും. ഈ പറയുന്ന ബ്രഹ്മാണ്ടങ്ങൾ കാണാനായിട്ട് സാധിക്കുമോ? ഇല്ല. ഇത് പറയുന്ന പോലെ കാളിയനെ പോലുള്ള ഒരു സർപ്പം അല്ലേ, അത്രയും തലകളുള്ള ആ നവനാഗങ്ങളിൽപ്പെട്ട കാളിയനെ പോലുള്ള ഒരു സർപ്പത്തിന്റെ ദർഭശം ഒരു മൂർഖം പാമ്പ് വന്നു കഴിഞ്ഞാൽ പേടിച്ചോടുന്ന നമ്മളാണ്. കാളിയനെ പോലുള്ള സർപ്പത്തെ എൻ്റെ ദംശനത്തിൽ നിന്ന് ആ ഒരു ബ്രജവാസികളെ മുഴുവൻ രക്ഷപ്പെടുത്തിയത് അല്ലേ. അങ്ങനെ ഭഗവാൻ ചെയ്തിട്ടുള്ള എത്ര കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് എന്താണ്,
ഭഗവാൻ ഈ 9 ലക്ഷത്തിൽ പരം ഗോപികമാരുടെ കൂടെ എന്താണ് രാസലീല അത്രയുമായിട്ട് എക്സ്പാൻഡ് ചെയ്തു അല്ലേ? അതുപോലെ തന്നെ ഭഗവാന് 10,16,109 ഭാര്യമാരുണ്ടല്ലേ? നമുക്ക് ഒരു ഭാര്യമാര് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഭഗവാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അനുകരിക്കാനായിട്ട് പറ്റുന്നതേ അല്ല. കാര്യം അത് ഭഗവാൻ മാത്രമേ പറ്റുള്ളൂ. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുകരിക്കണം, ഫോളോ ചെയ്യണം. ഭഗവാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട്, പക്ഷെ ശ്രീരാമാവതാരത്തിൽ നേരെ തിരിച്ചായിരുന്നു. ശ്രീരാമാവതാരം നമ്മൾ മര്യാദാ പുരുഷോത്തമനാണ്. അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതേപടി ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും, അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണാവതാരത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പോയി വെണ്ണം മോഷ്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ മോഷ്ടിച്ച പോലെ ആകുമോ? നമുക്ക് അടി കിട്ടും അല്ലേ? അതിനിപ്പോ എവിടെയാ വെണ്ണ ഇരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ, ഈ ഗോവർദ്ധനത്തെ ചുറ്റാണ്ട് നമ്മൾ ഒരു ദിവസം എടുക്കും. വൃന്ദാവനത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലേ? ആ ഗോവർദ്ധനത്തിന് ഭഗവാൻ വളരെ നിഷ്പ്രയാസം 7 വയസ്സിലെടുത്ത് ചെറുവിരലും കൊണ്ട് എടുത്ത് ഉയർത്തി നിർത്തി. അത് 1-2 ദിവസമല്ല, 7 ദിവസം എടുത്ത് ഉയർത്തി നിർത്തി. നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ദയവായി ആരും അനുകരിക്കുക, ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞ് നടക്കാതെ ഇരിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ സിദ്ധികളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സമയം നമ്മൾ എന്താണ്, ഉടനെ ഭഗവാനാകാണ്ട് ശ്രമിക്കുക, ഭഗവാനെ അനുകരിക്കാണ്ട് ശ്രമിക്കുക, കുറെ അനുചരന്മാരെ സംഘടിപ്പിക്കാണ്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് കുറെ കണ്ണടച്ചിരുന്ന് കുറെ മന്ത്രങ്ങളൊക്കെ ചെയ്ത് എവിടെന്നെങ്കിലും കുറെ ഭസ്മമൊക്കെ ആകാശം എടുത്തിട്ട് ഓരോ ഒറ്റ പൂശിയിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെ മയക്കി വീഴ്ത്തുക, അല്ലെങ്കിൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളിൽ കൂടെ ഞൊടുക്ക് വിദ്യകളിലൂടെ കൂടി അവരൊക്കെ പേരും ധനവും ഒക്കെ ആർജിച്ച് മനുഷ്യരെ വഞ്ചിച്ചു കൊണ്ട് പോകുന്നു. ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അടിമപ്പെട്ടു പോകരുത്. ഈ പറയുന്ന ഭഗവാനാണെന്നും പറഞ്ഞും അല്ലെങ്കിൽ ഭഗവാന് തുല്യമായിട്ടുള്ള ശക്തികളുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ഒന്നും അടുത്ത് പോയി നമ്മൾ വഞ്ചിതരാകാതിരിക്കുക. ഇവിടെ പരമസത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ അത് മാത്രം ഫോളോ ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വഞ്ചിതരാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം കലിയുഗമാണ്, വഞ്ചനയുടെയും ഒക്കെ ആ ഒരു യുഗമാണ്. എപ്പോഴും ഏത് സമയത്തും പദം വിപദമാണ് അല്ലെ? ഓരോ അടി നമ്മൾ വെക്കുമ്പോഴും നമുക്ക് വിപത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് അത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അദ്ദേഹത്തിന്റെ കൃപയുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ സംസാര സാഗരം എന്താണ്, നമുക്കൊരു പശുവിൻ കുളമ്പടിക്കുള്ളിലുള്ള ജലം കടക്കാനുള്ള ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ നമുക്ക് മറുകര കടന്ന് പോകാനായിട്ട് സാധിക്കും. ഈ പറയുന്ന അത്രയും വലിയ ആചാര്യന്മാർക്ക് പോലും, യോഗികളായിട്ടുള്ള ആചാര്യന്മാർക്ക് പോലും മറുകര കിടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സംസാര സാഗരം, അതുപോലെ 10,000 തേള് കടിക്കുന്ന വേദനയുള്ള ആ അന്ത്യസമയത്തുള്ള അത് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഇല്ലാത്ത ലാഘവത്തോടു കൂടി നമുക്ക് ഈ ദേഹത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഭഗവാന്റെ ഈ പറയുന്ന അതീന്ദ്രിയമായ ലീലകളും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതേപടി ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന സേവ ചെയ്ത് സേവയോർമുഖ ഭാവത്തിൽ കൂടി മാത്രമേ നമുക്ക് ഭക്തി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ കുറൂരമ്മയോ പൂന്താനമോ അല്ലെങ്കിൽ ശബരിമാതാവോ അല്ലെങ്കിൽ എന്താണ് സുധാമയോ അങ്ങനെയൊക്കെയുള്ള വിശിഷ്ട വ്യക്തികളല്ല എങ്കിൽ അത് ഭഗവാൻ തന്നെ എന്താണ്, ഭഗവാന്റെ ഭക്തരിലൂടെ കൂടി നമുക്ക് എന്താണ്, ഭഗവാന്റെ ഭക്തവാത്സല്യം എത്രമാത്രം ഭക്തവത്സലനാണ് ഭഗവാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ അല്ലേ? കുറൂരമ്മയുടെ ഒക്കെ അടുത്ത് ഭഗവാൻ എന്താണ്, കുറൂരമ്മ ഒരു കൊട്ടകത്തിന്റെ അടിയിൽ ഭഗവാനെ മൂടിയിട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അപ്പൊ അവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യരുത്. നമ്മൾ എന്താണ്, സേവ ചെയ്ത് ഒന്നുകിൽ ഗുരുവിനോ അല്ലെങ്കിൽ സത്സംഗത്തിനോ അല്ലെങ്കിൽ ഗുരുക്കന്മാർക്കോ ആചാര്യന്മാർക്കോ അല്ലെങ്കിൽ ഹരിനാമത്തിനോ അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീമൂർത്തിയോ സേവ ചെയ്ത് സേവയോർമുഖ ഭാവത്തിൽ കൂടെ വന്ന് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും, നമുക്ക് ഭക്തി തരും അല്ലേ? ഭഗവാൻ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ സേവയുടെ ആ ഒരു ആ മനസ്സിൽ എന്തുമാത്രം നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയാണ് ആ സേവ ചെയ്തതെന്ന് മനസ്സിലാക്കി കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഈ സേവ ചെയ്ത് ഭഗവാൻ
മനസ്സിലാക്കും ഇവൻ എന്താണ് എൻ്റെ സേവയിൽ പൂർണ്ണ താല്പര്യത്തോടു കൂടി ചെയ്യുന്നു, ഇവന് കുറച്ച് ഭക്തി അങ്ങ് കൊടുത്തേക്കാന്ന് ഭഗവാൻ വിചാരിക്കും. അപ്പം 4.9 എന്ന് പറഞ്ഞ ശ്ലോകം ആരെങ്കിലും ഭഗവത്ഗീതയിൽ എടുക്കാൻ പറ്റുമോ? ഭഗവത്ഗീത അടുത്തുള്ളവര് അടുത്തില്ല, ഞാൻ എടുക്കാം. ഞാൻ വായിക്കാം. ജന്മകർമ്മചമേ ദിവ്യമേവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേവി സോ അർജുന. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ഹരേ കൃഷ്ണ. അല്ലയോ അർജുന, എന്റെ ജന്മത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല, അവർ ശാശ്വതമായി എന്റെ ലോകത്തിലെത്തുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഭഗവാന്റെ ലോകം ശാശ്വതമാണ്, ഒരിക്കലും നശിക്കുന്നില്ല. അതുപോലെ തന്നെ ഭഗവാൻ പ്രോമിസ് ചെയ്യുന്നു ഭഗവാന്റെ ജന്മവും, ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായ ജന്മമാണ് അല്ലേ. നമ്മളിപ്പോ ഇവിടെ ഈ ഭാവാർത്ഥത്തിൽ കണ്ടു, ഭഗവാൻ ചതുർബാഹു നാരായണ രൂപത്തിലാണ് ദേവകി മാതാവിന്റെയും വസുദേവരുടെ അടുക്കൽ ഭഗവാൻ അവതരിച്ചത് അല്ലേ. അപ്പൊ എൻ്റെ ജന്മവും അതുപോലെ തന്നെ എൻ്റെ കർമ്മവും എൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവൃത്തികളായിരുന്നോ? ഒന്നുമല്ല അല്ലേ. എല്ലാം അതീന്ദ്രിയമായ പ്രവൃത്തികളായിരുന്നു. ഇന്ദ്രിയങ്ങൾക്ക് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളാണ് ഭഗവാൻ ചെയ്തത് അല്ലേ. ഇത് ഇതിന്റെ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ, ഈ ഭഗവാന്റെ ലീലകളുടെയൊക്കെ ഉദ്ദേശവും ഭഗവാന്റെ അവതാരം, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിനും പൊരുൾ ഒക്കെ മനസ്സിലാക്കിയ ആൾക്കാര് എന്താണ്, മരണശേഷം വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ അവർ പിറക്കുന്നില്ല, അവരെന്താണ് എൻ്റെ ശാശ്വതമായ ലോകത്തിലെത്തുന്നു. ഇത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഈ ഭാഗവത്തിലെ ഈ ശ്ലോകത്തിന്റെ കണ്ടന്റ്. അപ്പം നമ്മള് ഇനി ഇടയ്ക്കൊരു പക്ഷെ ഏതോ ഒരു ശ്ലോകം അങ്ങനെ മാറിയെടുത്തല്ലോ. ഇത് രണ്ടാമത്തെ ശ്ലോകമാണ് അല്ലേ. അല്ല പ്രഭു, അത് പറഞ്ഞു കുറച്ച് അതിന് കാര്യം പറഞ്ഞു, അതിനകത്ത് ഞാൻ കണ്ടതാ, കാര്യം പറഞ്ഞു. പക്ഷെ എന്നിൽ ഞാനല്ലേ ഒന്നുകൂടി വായിച്ചത് എടുത്തേക്കാം. 18-ാമത്തെ ശ്ലോകം. അദാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭ ലീലാ വിദദതാം സ്വൈര്യാമീശ്വരസ്യാത്മമായയാം. അദാഖ്യാഹി ഹരേർധീമൻ അവതാരകഥാശുഭ ലീലാ വിദദത സ്വൈര്യാമീശ്വരസ്യ ആത്മമായയാ. ഹരേ കൃഷ്ണ. സബിത മാതാജി ഇല്ല, പോയോ? അങ്ങനെയാണെങ്കിൽ ശ്രീരഞ്ജിനി മാതാജി. മാതാജി ഞാൻ കാണുന്നില്ല. അപ്പം സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഏത് വായിക്കാനാ പറഞ്ഞത്? 19 18 18ന്റെ ശ്ലോകം. ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥാഖ്യാഹി ഹരേർധീമൻ അവതാര കഥാശുഭാ ലീലാ വിദദത സ്വൈര്യം ഈശ്വരസ്യാത്മമായയാ. അഥാഖ്യാഹി ഹരേർധീമൻ അവതാര കഥാശുഭാ ലീലാ വിദദത സ്വൈര്യം ഈശ്വരസ്യാത്മമായയാ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപത തർജ്ജമ അതാ ആകയാൽ, ആഖ്യാഹി വിശദീകരിച്ചു തരിക, ഹരേ ഭഗവാന്റെ, ധീമൻ ഓർഷിവര്യ അവതാരങ്ങൾ, കഥകൾ, ശുഭ
ശുഭമംഗളകരമായ ലീലകൾ വീരകൃത്യങ്ങൾ വിദഗ്ധത നിർവഹിച്ചു. സ്വൈര്യം വിഹാരങ്ങൾ ഈശ്വരസ്യ പരമനിയന്താവിന്റെ ആത്മമായ സ്വശക്തികൾ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. അല്ലയോ സൂതഗോസ്വാമി, പരമപുരുഷനായ ഭഗവാന്റെ ബഹുവിധങ്ങളായ അവതാരങ്ങളുടെ അതീന്ദ്ര ലീലകളെക്കുറിച്ച് അഥവാ വീരകൃത്യങ്ങളെക്കുറിച്ച് ദയവായി ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും പരമനിയന്താവായ ഭഗവാന്റെ ഔവണ്ണമുള്ള മംഗളകരമായ വീരസാഹസിക കൃത്യങ്ങളും ലീലകളും ഭഗവാന്റെ ആന്തരിക ശക്തികളാലാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാവാർത്ഥം പത്മമാതാജി. എന്റെ എല്ലാം ബുക്കില്ല പ്രഭു. കുഴപ്പമില്ല. കൃഷ്ണകുമാരി മാതാജി. ഭൗതിക ലോകങ്ങളെ സൃഷ്ടിച്ച് സംഹാരങ്ങൾക്കായി പരമദൈവോത്തമ പുരുഷൻ സ്വയം അനേക സർവ അവതാരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മാത്രമല്ല ആദ്യത്തെ രൂപങ്ങൾ പ്രദർശിപ്പിച്ച സവിശേഷ സാഹസ കൃത്യങ്ങളെല്ലാം സുഖകരങ്ങളായിരുന്നു. അപ്രകാരമുള്ള അതീന്ദ്രിയ കർമ്മങ്ങൾ അവതരിപ്പിച്ചപ്പോൾ സന്നിഹിതരായിരുന്നവർക്കും ആദ്യത്തെ കഥനങ്ങൾ ഹരേ കൃഷ്ണ. മാതാജി പറയുന്നത് കേൾക്കുന്നില്ല. ഇനി ഇവിടുത്തെ റേഞ്ച് കുറവാണോ മാതാജിയുടെ അവിടുത്തെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ചേ കേട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും പറയാം. അല്ലയോ സൂതഗോസ്വാമി, അതായത് ഋഷിവര്യന്മാര് ചോദിക്കുവാണ്, പരമപുരുഷനായ ഭഗവാന്റെ ബഹുവിധ അവതാരങ്ങളുടെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ച് അഥവാ വീരകൃത്യങ്ങളെക്കുറിച്ച് ദയവായി വർണ്ണിച്ച് തന്നാലും. അപ്പൊ ഭഗവാന്റെ ആ വീരകൃത്യങ്ങളെ പറ്റി അല്ലയോ സൂതഗോസ്വാമി വർണ്ണിച്ചു തന്നാലും. ഓരോ അവതാരത്തിലും നമുക്കറിയാം മത്സ്യാവതാരം 2 പ്രാവശ്യം നടന്നു അല്ലേ. ഒരു പ്രാവശ്യം സത്യവ്രത മുനിയുടെ കൂടെ എന്താണ് നമ്മളുടെ ഈ ആ മത്സ്യത്തിന്റെ കശേരിക്കുള്ളിൽ അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഈ ചെതുമ്പൽ അതിന്റെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന എന്താണ് കശേരു എന്നാ പറയുന്നത് മത്സ്യത്തിന്റെ അതില് കൊളുത്തിയിട്ട് ഒരു നൗകയില് കുറെ സന്യാസിമാരെ ആചാര്യന്മാരെ വിത്തുകൾ എല്ലാ ഐറ്റത്തിന്റെ ഓരോ വിത്തുകൾ ഇതൊക്കെ ആയിട്ട് പോയി അടുത്ത ആ യുഗം വരുമ്പോഴത്തേക്കിനും വീണ്ടും ഇതിനെല്ലാം പുനരാവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, വീണ്ടും പുനഃസൃഷ്ടിക്കാൻ വേണ്ടി എല്ലാ ഐറ്റങ്ങളുടെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഓരോരോ വിത്തും ഒക്കെ ആയിട്ട് പോയി സത്യവ്രതം. ഒരു പ്രാവശ്യം എന്താണ് ഹയഗ്രീവനെ വധിച്ചിട്ട് വേദങ്ങളെ വീണ്ടെടുത്തു. മത്സ്യാവതാരം വരാഹാവതാരം 2 പ്രാവശ്യം എടുത്തു. ശ്വേതവരാഹവും രക്തവരാഹവും അങ്ങനെ 2 പ്രാവശ്യം എടുത്തു. ഒരു പ്രാവശ്യം എന്താണ് ഭൂമിയെ വീണ്ടെടുത്തു. ഒരു പ്രാവശ്യം ഹിരണ്യാക്ഷനെ വധിച്ചിട്ട് ഭൂമിയെ വീണ്ടെടുത്തു. അങ്ങനെ 2 പ്രാവശ്യം വരാഹാവതാരം എടുത്തു. അപ്പൊ ആ വരാഹാവതാരത്തിലൊക്കെ ആ ഹിരണ്യാക്ഷനുമായിട്ട് ഭഗവാൻ അതിഭയങ്കരമായി യുദ്ധം ചെയ്തു അല്ലേ. അപ്പൊ ആ ഭഗവാന്റെ വീരസാഹസികത അവിടെ വെച്ചിട്ട് തന്നെ ഭൂമിദേവിയെ വധുവായിട്ട് സ്വീകരിക്കുന്നു, ഒരു പുത്രൻ ഉണ്ടാകുന്നു, നരകാസുരൻ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പൊ ഇതേ നരകാസുരനെ തന്നെ ഭഗവാനും ഭൂമിദേവി സത്യഭാമയായിട്ട് വന്ന് അവതരിച്ചിട്ട് ഇതേ മകനെ തന്നെ ദ്വാപരയുഗത്തിൽ വധിക്കുന്നു അല്ലെ. അതൊക്കെ എന്തെല്ലാം കണക്റ്റഡ് ആണല്ലേ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് നരസിംഹാവതാരം, നമ്മൾ ചരിത്രത്തിലെ ലോകത്തിലെ ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു അവതാരം. അങ്ങനത്തെ ഒരു അവതാരം ഭഗവാൻ എടുത്തു. നമുക്ക് നമ്മളുടെ ബുദ്ധിയിലോ ഒന്നും വിചാരിക്കുന്ന തലത്തിലൊക്കെ ഉപരിയായിട്ടല്ലേ ബ്രഹ്മദേവന്റെ വരദാനം ഏതെല്ലാം രീതിയിൽ ലോക്ക് ചെയ്തിട്ടോ ആ നിബന്ധനകളെ എല്ലാം മറികടന്നിട്ടുള്ള ഒരവതാരം അല്ല. ഇപ്പോഴും അതിനെ മറികടക്കാനായിട്ടൊരു അവതാരം ഇനി വേറെ ഇല്ല, നരസിംഹാവതാരം. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളും ഇതൊക്കെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മതിയാകില്ല. അതിലുള്ള വീരസാഹസികതയും ഒക്കെ ഒരു മനുഷ്യർക്കും അനുകരിക്കാൻ പോലും പറ്റാത്തതിനൊക്കെ ചിന്തിക്കാനും പറ്റുന്നതിനേക്കാളൊക്കെ ഉപരിയാണ് അല്ലേ. ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ ഒരു പ്രദേശത്തെ പോലും നമുക്ക് നിയന്ത്രണത്തിലാണ്. നമ്മളുടെ വീടിന്റെ നിയന്ത്രണം പോലും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത അത്ര എന്താണ് നമ്മൾ വളരെ അധപ്പതിച്ചിരിക്കുന്ന ആൾക്കാരല്ല. ഒരു വീടിന്റെ നിയന്ത്രണം പോലും ഈ എൻറ്റയർ ബ്രഹ്മാണ്ടങ്ങള് നമ്മൾ ഈ കാണുന്ന ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, ഈ നമ്മള് ഈ 14 ലോകങ്ങൾ കാണുമ്പോൾ ഭൂമി അതിൻ്റെ അകത്ത് എന്താണ് എത്രയോ ചെറിയൊരു ഭാഗമാണ് അല്ലേ. 14 ലോകങ്ങൾ ഒരു ബ്രഹ്മാണ്ടത്തിലാണ് ഈ 14 ലോകങ്ങളുള്ളത് അല്ലേ. മേളിലേക്ക് എന്താണ് ഭൂർലോകം, ജനലോകം, തപലോകം, മകർലോകം, സത്യലോകം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്ന് പറഞ്ഞ് താഴോട്ട് 7. ഈ
ഈ പറയുന്ന ഈ പറയുന്ന ഈ ഇത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ നാസ ഇപ്പം ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ. കാര്യം നമ്മളെ സയന്റിസ്റ്റിനൊന്നും അറിയാൻ വയ്യ. അവർ പണ്ടൊക്കെ 9 ഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞ് യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒക്കെ ഇപ്പൊ അതൊക്കെ മാറ്റി സയൻസ് ബുക്കിൽ നിന്നൊക്കെ. അതില്ല ഇല്ല എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പൊ അങ്ങനെ അത്രയും ശാസ്ത്രത്തിന് മിസ്റ്റേക്ക് പറ്റുന്ന സമയത്ത് ഇതൊന്നും ഈ ഉപകരണങ്ങളൊന്നും ഇല്ലാതെ എത്രയോ പണ്ട് നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളാണ്, അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളാണ്, അസംഖ്യം വിഷ്ണുവാണ് അല്ലേ. അപ്പം അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും നമുക്ക് ഒരിക്കലും അനുകരിക്കാനോ നമ്മളുടെ ചിന്തയ്ക്കോ വിശ്വാസത്തിനോ ഒക്കെ ഉപരിയായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ അത്രയ്ക്ക് താഴ്ന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ അവബോധമുള്ള ആൾക്കാരാണ് അല്ലേ. പക്ഷെ നമുക്കതിനെ അതീന്ദ്രിയ അവബോധമാക്കി നമുക്ക് അത് പവിത്രീകരിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ സാധിക്കും? നമ്മൾ ഈ ഭഗവാന്റെ ഈ കഥകളും അതീന്ദ്രിയ കഥകളും നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആചാര്യന്മാരുടെ അടുക്കൽ നിന്ന് കേട്ടിട്ട് ഭഗവാനിൽ നിന്ന് നേരിട്ട് വന്ന ജ്ഞാനം അതേപടി നമ്മൾ കേട്ടിട്ട് നമ്മൾ അതേപടി ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇത് മനസ്സിലാക്കിയിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ ഭഗവാന്റെ ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആ ഒരു പ്രഭാവത്താൽ നമുക്കിതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ അന്തരംഗ ശക്തിയിൽ യോഗമായ ശക്തിയുടെ സ്വാധീനം കൊണ്ട് അതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഭഗവാൻ ഈ പറയുന്ന ലീലകളൊക്കെ ചെയ്യുന്നത് ഏത് ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണ്? ഏത് ശക്തിയുടെ ആ ഒരു പ്രഭാവം കൊണ്ടാണ്? ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആ ഒരു സ്വാധീനം കൊണ്ടാണ് ഈ ലീലകളെല്ലാം നിർവഹിക്കപ്പെടുന്നത്. ഭഗവാന്റെ ലീലകളെല്ലാം തന്നെ ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് നിർവഹിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ആത്മമായ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആത്മമായ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗമായ അല്ലെങ്കിൽ അന്തരംഗ ശക്തി. അപ്പൊ അങ്ങനെ ഉള്ള അന്തരംഗ ശക്തിയുടെ കൃപ നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്ന് രാമായണം ഇന്ന് നമ്മളെ ഭാഗവതം കാരണം നമ്മൾ എടുക്കുന്നില്ല. അടുത്ത ദിവസത്തേക്കാകും രാമായണ എല്ലാവരും നിങ്ങൾ വീട്ടിൽ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും എല്ലാവരുടെയും കൃപാ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഞാൻ അവസാനം പറഞ്ഞ പോയിന്റ് പറയാം. കാരണം ഭഗവാന്റെ ഈ ലീലകളെല്ലാം ചെയ്യുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്. ഹരേ കൃഷ്ണ. പത്മമാതാജി. പത്മമാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ ചെയ്ത ലീലകളൊന്നും നമ്മൾ അനുകരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതെ, നമുക്കതൊന്നും അനുകരിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ. ഒന്നും നമുക്ക് പറ്റത്തില്ല, നമുക്ക് അതിനുള്ള ഇതില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ലീലകള് എന്താണ്? ലീലാസ്മരണമാണ് ചെയ്യുന്നത്, ലീലകൾ അനുകരിക്കുകയല്ല ചെയ്യുന്നത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നെങ്കിലും ഇപ്പൊ ഈ സപ്താഹത്തിലൊക്കെ കൃഷ്ണനും ഒക്കെ ആയിട്ട് വരുന്നതൊക്കെ കണ്ട ഭഗവാൻ തന്നെ വരികയാണ്. കൃഷ്ണനും രാധയും. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പൊ ഭഗവാൻ പറയുന്നത് നമ്മൾ കേൾക്കുക. ഭഗവാനെ നമ്മൾ അനുകരിക്കുന്നത്, ഭഗവാന് വേഷം കിട്ടുന്ന എന്താണ്? നമ്മളുടെ കണ്ണിന് ആനന്ദം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെ. ഭഗവാന്റെ വേഷം കിട്ടി ഭഗവാന്റെ ലീലകളെ അനുകരിക്കാൻ നമ്മൾ സുധാമ ചരിത്രം നമ്മൾ വെക്കുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ എല്ലാവരും കണ്ണ് നിറഞ്ഞിരിക്കും. ഞാൻ എത്രയോ വീഡിയോ കണ്ടല്ലേ. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കരയുന്നത്, ഉള്ളി പൊട്ടിച്ചിട്ടാണ് കരയുന്നത്. അവരുടെ ഹൃദയത്തിൽ നിന്ന് കരച്ചില്ല അല്ലേ. അപ്പൊ ആ ഒരു ലീലാസ്മരണം ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് മാതാജി, അല്ലാതെ ഭഗവാനെ അനുകരിക്കുന്നതല്ല. നമ്മൾ അതുപോലെ തന്നെ ഭഗവാന്റെ ഇത് വേഷം കിട്ടുമ്പോഴോ വേഷം കിട്ടുമ്പോൾ നമ്മൾ ആ ഭഗവാന്റെ സ്മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടുന്നത്, അല്ലാതെ അനുകരണം അല്ല. സപ്താഹം നടത്തുമ്പോ കൊല്ലത്തുനിന്നൊക്കെയാ കൊണ്ടുവരുന്നത്. 20,000 ഒക്കെ കൊടുത്താ കൊണ്ടുവരുന്നത് ആളുകളെ. സുജന മാതാജി. അല്ല, പൈസ കൊടുത്താ കൊണ്ടുവരുന്നത്. 10,000-20,000 രൂപ കൊടുത്താണ് സുധാമായും ലക്ഷ്മി ദേവിയും കൃഷ്ണനുമായിട്ടൊക്കെ അഭിനയിക്കാൻ അവരുടെ സെറ്റോട് കൂടി കൊണ്ടുവരുന്നത്. ഏത് അല്ല, ഒരിക്കലും സപ്താഹത്തിലും അതുണ്ട് അല്ലേ.
ഏതൊരു ഭഗവാൻ സത്രാജിത്ത് ഉണ്ട്. ഭഗവാൻ മനുഷ്യനെ അങ്ങനെയുണ്ട് പോലെ ഉണ്ട്. ഉം. അതെ. ഭഗവാൻ മനുഷ്യനെ പോലെ വളരെ നിഗൂഢമായിട്ട് അമാനുഷികമായ കർമ്മങ്ങളാണ് ചെയ്തത്. ഭഗവാൻ മനുഷ്യനെ ഭഗവാന്റെ പോലെ അവതരിച്ചു എങ്കിലും അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ അമാനുഷികമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ദൈവത്വം അല്ലെങ്കിൽ പരമദൈവത്വ പുരുഷനാണെന്നുള്ളത് കാര്യങ്ങൾ അത് നിഗൂഢമായി മറച്ചു വെച്ചിട്ടാണ് അതെല്ലാം ചെയ്തത്. ഭഗവാന്റെ യഥാർത്ഥ രൂപം മറച്ചു വെച്ചിട്ട് നിഗൂഢമായിട്ടാണ് ഓരോ പ്രവൃത്തിയും ചെയ്തത്. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണകുമാരി മാതാജി. ഭഗവാന്റെ അതീന്ദ്രിയ ബന്ധങ്ങൾ വളർത്തിയെടുത്തപ്പോൾ ഭഗവാന്റെ കേൾക്കത്തില്ല മാതാജി പറയുന്നത്. അതെന്താ പ്രഭു, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. സാറിയില്ല മാതാജി എന്തോ ഭഗവാൻ പോയിന്റ് പറഞ്ഞു എന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ എനിക്ക് കേൾക്കത്തില്ല മാതാജി. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് അവസാനിപ്പിക്കാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി की जय, अनंतकोटि आचार्यवंदी की जय, नमाचार्य हरिदास ठाकुर की जय, प्रमानंदे हरि हरि बोल.